ഇത് കോംപ്ലക്സ് നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റാണ്. കഴിഞ്ഞ എക്സാമുകളിലൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പെറുക്കിക്കൂട്ടി തയ്യാറാക്കിയ ഒരു മോക്ക് ടെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ 11 ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ചോദ്യത്തിൻ്റെ ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ എക്സാമിന് കൂടുതൽ എളുപ്പമാകും. അപ്പം നമുക്ക് ചോദ്യങ്ങളുടെ ആൻസേഴ്സിലൊക്കെ കടന്നാലോ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സിയിൽ ബൗണ്ടഡ് ഫംഗ്ഷൻ ഏത് എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ബൗണ്ടഡ് ആണോ എന്നിങ്ങനെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ വെച്ച് നോക്കാം. ഇപ്പോൾ z = sin z അല്ലേ. ഇത് റിയൽ ആണെങ്കിൽ നമുക്കറിയാം sin x എന്ന് പറയുന്നത് -1നും 1നും ഇടയിലാണ്. സോ ഇറ്റ്സ് ബൗണ്ടഡ്. ബട്ട് കോംപ്ലക്സിൽ എങ്ങനെ എഴുതാം? ആ z-നെ x+iy എന്ന് എഴുതാം. ദെൻ sin x cos hy പ്ലസ് cos x sin hy അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. സോ ഇതിൽ cos hy sin hy ഇവയൊക്കെ എന്താണ്? ഈ cos hy എന്ന് പറയുന്നത് e⁻y പ്ലസ് e⁻−y/2 ആണ്. സോ y ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ e⁻y എന്ന് പറയുന്നത് ടെൻസ് ടു ഇൻഫിനിറ്റി ആവും. സിമിലർലി sin hyയും ടെൻസ് ടു ഇൻഫിനിറ്റി ആയി. സോ this implies sin z is not bounded. And coming to second point, f of z equal to e⁻z. Similarly z എന്ന് പറയുന്നത് x+iy ആയിട്ട് എഴുതി. സോ e⁻x into e⁻iy, that is e⁻x into cos y plus I sin y. ഈ e⁻x-ൻ്റെ നോക്കുകയാണെങ്കിൽ, അതായത് ഇതിൻ്റെ ടോട്ടലായിട്ട് അതിൻ്റെ മോഡ് എടുത്ത് നോക്കി. അപ്പോൾ മോഡ് e⁻z എന്താണ്? e⁻x into cos y plus I sin y. സോ cos y plus I sin yയുടെ മോഡ് എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു 1. സോ e⁻x മാത്രം വന്നു. അപ്പോൾ ഞാൻ x ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ e⁻x ടെൻസ് ടു ഇൻഫിനിറ്റി ആയില്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് e⁻z ഈസ് നോട്ട് ബൗണ്ടഡ്. സോ ഇതിൽ എന്ത് വരും? ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, z = e⁻i⁻θ ആണെങ്കിൽ zn + 1/z⁻n എന്താണ് എന്നതാണ് ചോദ്യം. ഇപ്പോൾ ഇവിടെ e⁻i⁻θ അതെന്താണ്? cos θ + I sin θ അല്ലേ. അപ്പോൾ z⁻n എന്ത് വരും? cos θ + I sin θ⁻n, that is cos n θ + I sin n θ. സിമിലർലി 1/z⁻n-ന് z⁻n എന്ന് എഴുതിക്കൂടെ. സോ ദാറ്റ് ഈസ് cos n - n θ + I sin -n θ, that is cos n θ - I sin n θ. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? I sin n θയും I sin n θയും പോയി. സോ cos n θ + cos n θ, that is 2 cos n θ എന്നുള്ളത് ആൻസറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ? അടുത്ത ചോദ്യം നോക്കിയേ. ഇൻ്റഗ്രൽ 2z + 1/z² + z dz എന്നതിൻ്റെ വില mod z = 1/4 എത്രയാണ്? ഇതെങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് നമ്മൾ ആദ്യം ഫസ്റ്റ് ചെയ്യണം സിംഗുലാരിറ്റീസ് കണ്ടുപിടിക്കുക. അപ്പോൾ z² + z = 0 implies z into z + 1 = 0. That means z = 0 or z = -1. അപ്പോൾ രണ്ട് സിംഗുലാരിറ്റീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് mod z = 1/4 ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണോ പുറത്താണോ ഈ സിംഗുലാരിറ്റീസ് വരുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്യും. സോ ഇത് 1/4ൻ്റെ 0 എടുത്ത് നോക്കിയാൽ 0 എന്ന് പറയുന്നത് 1/4ൻ്റെ ഉള്ളിലായിട്ട് വരുന്നതാണ്. ഈ ഒരു സെക്ഷനിൻ്റെ ഉള്ളിലാണ്. ബട്ട് -1ൻ്റെ മോഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് 1. സോ ഇറ്റ്സ് കംസ് ഔട്ട്സൈഡ്. അപ്പോൾ നമ്മൾ ഉള്ളിലുള്ളത് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ 0 മാത്രമേ എടുക്കുന്നുള്ളൂ. ദെൻ അതിൻ്റെ റെസിഡ്യൂ മാത്രം കണ്ടുപിടിക്കുക. എങ്ങനെ? കോഷി റെസിഡ്യൂ തിയറം അനുസരിച്ചിട്ട് എങ്ങനെ കാണാം? ലിമിറ്റ് z ടെൻസ് ടു 0 z - 0 ഇൻറ്റു f of z. അതായത് 0ൻ്റെ റെസിഡ്യൂ കാണുന്നത് എങ്ങനെയാണ്? ലിമിറ്റ് z ടെൻസ് ടു 0 z - 0 ഇൻറ്റു f of z. That is limit z tends to 0 z into 2z + 1 divided by z into z + 1. z and z ക്യാൻസൽ ചെയ്തു ആൻഡ് ഞാൻ 0 അപ്ലൈ ചെയ്യുന്നു. സോ എനിക്ക് വാല്യൂ എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. സോ ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നമുക്ക് കാണാം. ഇൻ്റഗ്രൽ f of z dz എന്ന് പറയുന്നത് 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ്. ഇവിടെ ആകെ ഒരു റെസിഡ്യൂ അല്ലേ ഉള്ളൂ. സോ ആ 0ൻ്റെ അതായത് 1 എന്നുള്ളത് കിട്ടി. സോ 2πi ഇൻറ്റു 1 ദാറ്റ്സ് ഈക്വൽ ടു 2πi. സിമ്പിളായിട്ട് കിട്ടിയില്ലേ? അപ്പോൾ ഇത് പെട്ടെന്ന് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ √2i മൈനസ് √(-2i) എന്ന സമ്മിശ്ര നമ്പറിൻ്റെ മോഡുലസ് വില എത്രയാണ് എന്നതാണ് ഇവിടെ ചോദ്യം. അപ്പോൾ അതെങ്ങനെ കാണാം? ഇവിടെ a+ib √2i, അതുപോലെ a+ib √(-2i) അങ്ങനെ എടുത്തിട്ട് രണ്ടിൽ നിന്നും എയും ബിയും ഒക്കെ കണ്ടുപിടിക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. a+ib² (2i), that is a² + 2abi മൈനസ് b² = 2i. ദെൻ അതിൽ നിന്ന് a² - b² എന്ന് പറയുന്നത് 0യും 2abi എന്ന് പറയുന്നത് 2i ആയിട്ട് എടുക്കും. അപ്പോൾ ഫസ്റ്റത്തിൽ നിന്ന് a² = b², ദാറ്റ് ഈസ് a = +or - b. 2ab = 2i. അതിൽ നിന്ന് ab = 1 എന്നുള്ളതും കിട്ടി. സോ a², ഈ a = b ആണല്ലോ, സോ a × a എന്ന് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് a² = 1. അതിൽ നിന്ന് നമുക്ക് a = 1 എന്നുള്ളത് കിട്ടി. a = 1 ആണെങ്കിൽ എന്താണ്? a = b ആണല്ലോ, സോ b = 1 എന്നുള്ളത് കിട്ടി. അപ്പോൾ √2iയുടെ വാല്യൂ 1 + i, a+ib എന്നുള്ളത് 1 + i എന്ന് എഴുതാം. സിമിലർലി √2i = a+ib കൊടുത്തു. ദെൻ അതിൻ്റെ സ്ക്വയർ ചെയ്തു, അതിനെ എക്സ്പാൻഡ് ചെയ്തു. ദെൻ അതിൽ നിന്ന് ഇക്വേറ്റ് ചെയ്യാണ്. സോ a = +or - b. സിമിലർലി നേരത്തെ കേസ്, സോ a = -b നിർത്തി നോക്കി. ദെൻ 2abi = -2i ആണ്. അതിൽ ഞാൻ എയുടെ വാല്യൂ, എ ബിയിൽ എയുടെ വാല്യൂ -b എന്നുള്ളത് ഇട്ട് കൊടുത്തു. സോ b × -b -b², ദാറ്റ്സ് = -1. മൈനസും മൈനസും ക്യാൻസൽ ചെയ്തു. അപ്പോൾ b² = 1, b = 1 എന്ന് കിട്ടി. സോ a എന്ന് പറയുന്നത് -1 ആയി. അപ്പോൾ -2iൻ്റെ വാല്യൂ കിട്ടി, √2iൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ രണ്ടും കൂടി ഇട്ടു, അതിൻ്റെ മോഡുലസ് വാല്യൂ കാണാണ്. അപ്പോൾ മോഡുലസ് ഓഫ് 1 + i മൈനസ് -1 + i. ദെൻ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? 2 + 0, ദാറ്റ്സ് = 2 എന്ന് നമ്മുടെ ആൻസർ കിട്ടി. അപ്പോൾ ഈ ഇതിൽ നിന്നേ ഈ √2iയുടെ വാല്യൂ എഴുതുന്നത് 1 + i ആണെന്നുള്ളത് ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. √2i = 1 + i, അതുപോലെ -2i = -1 + i. ഇത് രണ്ടും പഠിച്ചു വെക്കണേ. വേറെ പലയിടത്തും നമുക്കിത് ആവശ്യം വരുന്നതാണ്. സ്ക്വയർ എന്നതിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എങ്ങനെയാണ് ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ യു എന്ന് പറഞ്ഞിട്ട് 1/2 log x² + y² എന്നെടുക്കും. ദെൻ കോഷി-റൈമാൻ ഇക്വേഷൻസ് അറിയാലോ. ∂u/∂x = ∂v/∂y, ∂u/∂y = -∂v/∂x. അപ്പോൾ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന v കണ്ടെത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. സോ ∂u/∂x നമുക്ക് കാണാം. ∂u/∂x എന്താണ്? 1/2 ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1/x² + y² ഇൻറ്റു x²ൻ്റെ 2x. ഓക്കെ, സോ x/x² + y² എന്നത് എന്തായിട്ട് കിട്ടി? ∂v/∂y ആയിട്ട് കിട്ടി. ഓക്കെ, ദെൻ എന്ത് ചെയ്യുമെന്നറിയോ? ഇതിപ്പോൾ ∂v/∂y അല്ല കിട്ടിയിട്ടുള്ളത്. സോ ഇതിൽ നിന്ന് v കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു y കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ x/x² + y² dy = v എന്ന് കിട്ടി. സോ ഇൻ്റഗ്രൽ x/x² + y², ഇതെന്താണ് സംഭവം? ഇതെന്താണ് നമ്മുടെ സംഭവം? ഒരു ഇക്വേഷൻ ഉണ്ട്, ഇൻ്റഗ്രൽ ഓവർ 1/a² + y² dy എന്നത് 1/a tan 1y/a ആണ്. ഓക്കെ, ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ അപ്ലൈ ചെയ്തൂടെ? അതായത് ഇതിൽ നിന്ന് എക്സ് നമ്മൾ പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇൻ്റഗ്രൽ 1/x² + y² dy എന്ന് കിട്ടും. ദെൻ ദിസ് വാല്യൂ എന്താണ്? 1/a, എയുടെ ഭാഗത്ത് ഇവിടെ എക്സ് ആണ്. സോ 1/x tan 1y/x പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഈ എക്സും ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് tan 1y/x + c = v എന്ന് കിട്ടി. ഇത് തന്നെ നമ്മുടെ ഗിവൺ ഓപ്ഷൻസിൽ ഓപ്ഷൻ ബിയുമായിട്ട് ഇത് മാച്ച് ആവുന്നില്ലേ? സോ കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതിൽ പരീക്ഷയ്ക്ക് ഇതൊക്കെ ചെയ്യാനധികം ടൈം കിട്ടിയെന്ന് വരില്ല. സോ എന്താ കോമൺലി ആസ്ക് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആണ്. എൻ്റെ സജഷൻ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കാണാണ്ട് പഠിച്ചു വെക്കുക എന്നാണ് കേട്ടോ.
അപ്പോൾ 1/2 log x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ഇപ്പോൾ തന്നെ കണ്ടത്. ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സിൻ്റെ -1/2 log x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സിൻ്റെ ആണെങ്കിൽ വൈ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണെങ്കിൽ 2xy, എക്സ് ക്യൂബ് മൈനസ് 3x വൈ സ്ക്വയറിൻ്റെ 3x സ്ക്വയർ വൈ മൈനസ് വൈ ക്യൂബ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ കണ്ടു വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സെറ്റ് എക്സാമിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ദാറ്റ് ഈസ് 2xy. അപ്പോൾ ഇത് മെയിനായിട്ട് ഇതെങ്കിലും പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈലർ സീരീസ് ഓഫ് 1/z അബൌട്ട് z ഈക്വൽ ടു 1. അപ്പോൾ എന്താണ് ഈ ടൈലർ സീരീസ്? എന്താണ് ടൈലർ സീരീസ്? സിഗ്മ fn ഓഫ് a ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ z മൈനസ് a റേസ് ടു n അല്ലേ? അതായത് ഇവിടെ f ഓഫ് z എന്ന് പറയുന്നത് 1/z ആണ്, ആൻഡ് a എന്ന് പറയുന്നത് z ഈക്വൽ ടു ദാറ്റ് ഈസ് 1 ആണ്. അപ്പോൾ a ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? കോമൺലി f0 ഓഫ് 1 ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ ഇൻറ്റു z മൈനസ് 1 റേസ് ടു 0 പ്ലസ് f dash of 1 divided by 1 factorial z minus 1 raised to 1 plus f square of 1 divided by 2 factorial into z minus 1 square plus etc. ഇങ്ങനെ പോകും. ബട്ട് ഇത് ടൈം കൺസ്യൂമിങ് ആണല്ലേ. അപ്പോൾ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് 1/z ഇത് നമ്മളൊരു കാര്യം പഠിച്ചേക്കണം. 1/1 പ്ലസ് എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്പാൻഷൻ എന്നത് 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു 4 എക്സെട്ര ഇങ്ങനെയാണ്. ദെൻ 1/z എന്ന് പറയുന്നത് ഈ ഒരു ഫോമിൽ എഴുതാൻ ശ്രമിക്കുക. അതായത് 1/1 പ്ലസ് z മൈനസ് 1 എന്ന് എഴുതിക്കൂടെ. സോ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 1 മൈനസ് z മൈനസ് 1 പ്ലസ് z മൈനസ് 1 സ്ക്വയർ മൈനസ് z മൈനസ് 1 ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് വരും. സോ ഇത് ഗിവൺ ഓപ്ഷൻസുമായിട്ട് ഒത്തു നോക്കുക. അപ്പോൾ അതിൽ ഏതാണ് ഓപ്ഷൻ വരുന്നത്? യെസ്, ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഒമേഗ ഡിനോട്ട്സ് വൺ ഓഫ് ദ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ദെൻ 1 പ്ലസ് ഒമേഗ മൈനസ് ഒമേഗ സ്ക്വയർ റേസ് ടു 7 ഈക്വൽസ്. ഇതിൻ്റെ ആൻസർ എങ്ങനെ കാണാം? അതായത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിനെ കുറിച്ച് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് വെച്ചാൽ ഒമേഗ ക്യൂബ് ഇസിക്കൽ ടു 1, ദെൻ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ഇത് വെച്ചിട്ടായിരിക്കണം ഇതിൻ്റെ ആൻസർ നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ 1 പ്ലസ് ഒമേഗ മൈനസ് ഒമേഗ സ്ക്വയർ അല്ലേ, അതിൽ 1 പ്ലസ് ഒമേഗ എന്ന് പറയുന്നത് 1 പ്ലസ് ഒമേഗ സ്ക്വയറിൽ ഈ ഒമേഗ സ്ക്വയർ സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ കിട്ടിയില്ലേ, അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് എന്ത് ചെയ്യണം? മൈനസ് ഒമേഗ സ്ക്വയറിന് റീപ്ലേസ് ചെയ്യാണ് 1 പ്ലസ് ഒമേഗ എന്ന് പറഞ്ഞിട്ട്. സോ 1 പ്ലസ് ഒമേഗ പ്ലസ് 1 പ്ലസ് ഒമേഗ ദറ്റ് ഈസ് 2 പ്ലസ് 2 ഒമേഗ. അതിൽ നിന്ന് എന്ത് കിട്ടും? അതിൻ്റെ 2 ഇത് റേസ് ടു 7നെ 2 റേസ് ടു 7 ഇൻറ്റു 1 പ്ലസ് ഒമേഗ റേസ് ടു 7 ദറ്റ് ഈസ് 2 റേസ് ടു 7 ഇൻറ്റു മൈനസ് ഒമേഗ സ്ക്വയർ ദറ്റ്സ് ഈക്വൽ ടു 2 റേസ് ടു 7 എന്ന് പറയുന്നത് 128 മൈനസ് 128 ഒമേഗ സ്ക്വയർ എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, ഇതേപോലെ റീപ്ലേസ് ചെയ്യാം. ഓർ ഇവിടെ ഈ 1 പ്ലസ് ഒമേഗയ്ക്ക് പകരം മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്താലും ആൻസർ കിട്ടും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർ ദ കോംപ്ലക്സ് നമ്പർ i raised to 30 മൈനസ് i raised to 19 ഡിവൈഡഡ് ബൈ 2i മൈനസ് 1 ഇതിൻ്റെ വാല്യൂ എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് 4 കാര്യങ്ങൾ കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കണം. i സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്, i ക്യൂബ് ഈക്വൽ ടു മൈനസ് i raised to 4 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യുക? അതായത് ഈ 30നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ശിഷ്ടം ഇവിടെ 2 എന്ന് കിട്ടി, ആൻഡ് 19 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ശിഷ്ടം റിമൈൻഡർ 3 എന്ന് കിട്ടി. അപ്പോൾ i raised to 30 എന്ന് പറയുന്നത് ആ റിമൈൻഡർ 2. അപ്പോൾ i സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ i30യുടെ വാല്യൂ -1 ആയിട്ട് കിട്ടി. i raised to 19 അതിൻ്റെ റിമൈൻഡർ എനിക്ക് 3 ആണ് കിട്ടിയത്. അപ്പോൾ i ക്യൂബ് എന്താണ്? -i. അപ്പോൾ i raised to 19ൻ്റെ വാല്യൂ -i എന്ന് കിട്ടി. അപ്പോൾ അത് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 3 ഇൻറ്റു
minus 1, that is minus 3, minus I raised to 19, that is minus I divided by 2I minus 1, that is minus 3 plus I divided by 2I minus 1 എന്ന് കിട്ടി. ഇത് ശരിയായി കഴിഞ്ഞോ നമ്മുടെ പരിപാടി? ഇല്ല. ഇതിൻ്റെ മുകളിലേക്ക്, അതായത് ഇതിൻ്റെ ഡിനോമിനേറ്റർ നമുക്കെടുത്ത് കളയണം. സോ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 2iൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് മൈനസ് 2i മൈനസ് 1, അത് മുകളിലും താഴത്ത് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ 2i മൈനസ് 1 ഇൻറ്റു മൈനസ് 2i മൈനസ് 1 എന്ന് പറയുന്നത് എന്തായിട്ട് വരും? മൈനസ് 1 സ്ക്വയർ മൈനസ് 2i സ്ക്വയർ അല്ലേ? മൈനസ് 1ൻ്റെ സ്ക്വയർ 1 ആണ്, മൈനസ് 2i സ്ക്വയർ. അതിൻ്റെ മുകളിലത്തെ പോർഷൻസ് എല്ലാം ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അല്ലേ, ഗുണിച്ച് അങ്ങോട്ട് സെറ്റാക്കി എഴുതാം. അപ്പം നമ്മുടെ ആൻസറായിട്ട് എന്ത് വരും? 5i പ്ലസ് 3 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 5. സോ 5 നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ i പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ആൻസർ ഇവിടെ വരും കേട്ടോ. അപ്പോൾ 1 പ്ലസ് i എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ, ആർഗ്യുമെൻറ്റ് ഓഫ് z ഡിവൈഡഡ് ബൈ z മൈനസ് 1 ഈക്വൽ ടു π/2 എന്നിവയാണെങ്കിൽ എക്സ് വൈ എന്നിവയിൽ കിട്ടുന്ന ഇക്വേഷൻ ഏത് എന്നതാണ് ചോദ്യം അല്ലേ. അപ്പോൾ ഇത് കുറേ സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ സ്റ്റെപ്പുകളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് നമുക്ക് പറഞ്ഞുതരാം. അതായത് ഒരു തിയറം ഉണ്ട്, z മൈനസ് എ ഈസ് പ്യുവർലി ഇമാജിനറി ഇംപ്ലൈസ് റിയൽ പാർട്ട് ഓഫ് z മൈനസ് എ ഈക്വൽ ടു 0. ഇതൊന്ന് ഓർത്ത് വെക്കുക. ദെൻ റിയൽ പാർട്ട് ഓഫ് z മൈനസ് എ ഈക്വൽ ടു 0 ഇംപ്ലൈസ് അതിൻ്റെ ഇക്വേഷൻ z മൈനസ് 1 ഈക്വൽ ടു 0, അതായത് റിയൽ പാർട്ട് ഓഫ് z മൈനസ് 1 ഈക്വൽ ടു 0 അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്നതാണ്. ഇതൊക്കെ ഗിവൺ റിസൾട്ട്സുകളാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഓപ്ഷൻ കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. അതായത് ഇവിടെ എങ്ങനെ ഇത് പ്യുവർലി ഇമാജിനറി ആണ് നമ്മൾക്ക് കിട്ടിയത്? അതായത് ഇവിടെ ആർഗ്യുമെൻ്റ് ഓഫ് z മൈനസ് 1, ആ കോൺ എന്ന് പറയുന്നത് π/2 ആണ്. ഈ π/2 മീൻസ് എന്താ? ഇമാജിനറി ലൈനിലാണ് അത് കിടക്കുന്നത്. സോ ഈ z മൈനസ് 1 എന്ന് പറയുന്നത് പ്യുവർലി ഇമാജിനറി ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം റിയൽ പാർട്ട് ഓഫ് z മൈനസ് 1 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയുള്ള ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 ആയിരിക്കും. സോ ബി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 1 പ്ലസ് ഐ റേസ് ടു n ഈക്വൽ ടു 4096 ആണെങ്കിൽ n എന്ന പോസിറ്റീവ് പൂർണ്ണസംഖ്യ എത്രയാണ് എന്നതാണ് ഇവിടെ ചോദ്യം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യാം? ഈ 1 പ്ലസ് ഐ റേസ് ടു എന്നിന് r റേസ് ടു n ഇൻറ്റു കോസ് n തീറ്റ പ്ലസ് ഐ സൈൻ n തീറ്റ എന്ന് എഴുതിക്കൂടെ? 1 പ്ലസ് ഐന് r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പോൾ റേസ് ടു എന്നിന് 4 റേസ് ടു n ഇട്ട് കൊടുത്തിട്ടുള്ള പരിപാടി. അപ്പോൾ r എന്ന് പറയുന്നത് എന്താണ്? 1 പ്ലസ് ഐയുടെ മോഡുലസ് അതെടുത്ത് നോക്കുമ്പോൾ എന്താണ്? റൂട്ട് ഓഫ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു √2 എന്ന് അവിടെ കിട്ടി. ഇനി തീറ്റ എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൈ ആണ്. തീറ്റ എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൈ, അതായത് ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് എന്താണ്? π/4. അപ്പോൾ 1 പ്ലസ് ഐ റേസ് ടു n എന്ന് പറയുന്നത് √2 റേസ് ടു n കോസ് n π/4 പ്ലസ് ഐ സൈൻ n π/4 എന്ന് വരും അല്ലേ. അപ്പോൾ ഈ സൈൻ n ഇത് പോസിറ്റീവ് പൂർണ്ണസംഖ്യ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഐയുടെ പോർഷൻ 0 ആയിരിക്കണം. സോ സൈൻ n π/4 എന്താണ്? 0 ആണ്. അപ്പോൾ n π/4 എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു പൈൻ്റെ മൾട്ടിപ്പിൾ. സോ n π/4 എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു k. സോ n എന്ന് പറയുന്നത് 4k എന്നുള്ള കിട്ടി. ദാറ്റ് ഈസ് n എന്ന് പറയുന്നത് എന്താണ്? 4ൻ്റെ ഒരു മൾട്ടിപ്പിളായിട്ട് വരും. സോ നമുക്കിനി √2 റേസ് ടു n നോക്കാം. അപ്പോൾ √2 റേസ് ടു n എന്താണ്? 40 √2 റേസ് ടു n ദാറ്റ്സ് ഈക്വൽ ടു 4096. സോ 2 റേസ് ടു n/2 ദാറ്റ്സ് ഈക്വൽ ടു 4096. സോ 2 റേസ് ടു 12 ആണ് നമുക്ക് 4096 വരാം. അപ്പോൾ ഈ 12 n/2യുടെ സ്ഥാനത്ത് 12 വരുന്നു എങ്കിൽ n എന്തായിരിക്കും? n is equal to 12 into 2 that's equal to 24. ഓക്കെ,
പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഫ്രം സി ഓൺ ടു സിയിലെ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ എന്ന ഫംഗ്ഷനെ സംബന്ധിച്ച് ശരിയായത് ഏത്? സെഡ് ഈക്വൽ ടു 0 എന്ന പോയിന്റിൽ മാത്രം എഫ് ഡിഫറൻഷ്യബിൾ, സെഡ് ഈക്വൽ ടു 0 എഫ് അനലിറ്റിക്, സിയിലെ എല്ലാ പോയിന്റിലും എഫ് അനലിറ്റിക്, സിയിലെ എല്ലാ പോയിന്റിലും എഫ് ഡിഫറൻഷ്യബിൾ. അപ്പോൾ ഇതൊരു ട്രിക്കുണ്ട്, അത് പറഞ്ഞുതരാം. ചെറിയൊരു പോയിൻ്റാണ്, ഓർത്ത് വെക്കുക. ഒരു ഫംഗ്ഷനിൽ മോഡ് സെഡ്, സെഡ് ബാർ അല്ലെങ്കിൽ റിയൽ പാർട്സ് ലൈക്ക് റിയൽ പാർട്ട് ഓഫ് സെഡ്, ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ, ഒരു ഫംഗ്ഷനിൽ ഈ ഒരു ഐറ്റംസൊക്കെ വരികയാണെങ്കിൽ അത് നോട്ട് അനലിറ്റിക് എനിവർ, എവിടെയും അനലിറ്റിക് അല്ല. ആൻഡ് അവർ ഡിഫറൻഷ്യബിൾ ആയിരിക്കും ഓൺലി അറ്റ് ഐസൊലേറ്റഡ് പോയിൻറ്റ്സ്, ഓഫ്റ്റൻ അറ്റ് സെഡ് ഈക്വൽ ടു 0. അപ്പോൾ ഈ കാര്യങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കാം കേട്ടോ. അപ്പോൾ മോഡ് സെഡൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് അനലിറ്റിക് അല്ല, പക്ഷെ അത് എന്തായിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും ഓൺലി അറ്റ് 1 പോയിൻറ്റ് ഐസൊലേറ്റഡ് പോയിൻറ്റ്സ്, ദാറ്റ് ഈസ് സെഡ് ഈക്വൽ ടു 0 അനലിറ്റിക് ആയിരിക്കും. അങ്ങനെ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ ആൻസർ ഏതായിട്ടാണ് വരാം, ഏതായിട്ടായിരിക്കും വരാം? ഓപ്ഷൻ എ ആണ് വരിക. സെഡ് ഈക്വൽ ടു 0 എന്ന പോയിന്റിൽ മാത്രം എഫ് ഡിഫറൻഷ്യബിൾ ആണ്. ഓക്കെ, അപ്പോൾ